നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പോരാട്ടം ഇത്തവണ പ്രത്യേകതയുള്ളതാകുന്നത് പ്രമുഖനായ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. എൻഡിഎയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് ഇത്തവണ ഡിന്നർ വിത്ത് കാൻഡിഡേറ്റിൽ നമുക്കും. സ്വാഗതം സർ. നമസ്കാരം. ഈ തിരക്കിനിടയിൽ നമ്മൾ ഡിന്നർ ഒരു ടൈം സ്പെയർ ചെയ്യണമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ് കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത്. ബട്ട് സ്റ്റിൽ അതിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും. ഇപ്പോൾ ക്യാമ്പയിനിങ് അത് ഏത് ഫേസിലെത്തി? എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ? അല്ല, എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഒരു 5-10 ദിവസം ഇവിടെ എത്തിക്കഴിഞ്ഞ് മനസ്സിലാക്കിയത് ഇവിടെ എത്രയോ പ്രശ്നങ്ങളും വിഷമങ്ങളും ജനങ്ങൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ചെറിയ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളോ 1-2 പ്രോബ്ലംസ് ആയിരിക്കും. ഞാനിപ്പോൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയിട്ടുണ്ട്, അസംബ്ലി സെഗ്മെൻറ്റ്സും പോയിട്ടുണ്ട്, എല്ലാ മൂലയിലും പോയിട്ടുണ്ട്, ജനങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എത്രയോ പ്രശ്നങ്ങളും വിഷമങ്ങളും ജനങ്ങൾ ഒരു പരിഹാരം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നു. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്കൊരു മാറ്റം വേണം. അതെല്ലാവരും പറയുന്നുണ്ട്. ഈ 10-15 കൊല്ലമായിട്ട് ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. ഒരു പ്രശ്നവും അതിൻ്റെ പരിഹാരം ആരും ഉണ്ടാക്കുന്നില്ല. കുറേ ആൾക്കാർ എഴുതുന്നുണ്ട്, ബട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ ആരും കൊണ്ടുവരുന്നില്ല. അത് എല്ലാവരും ജീവിതത്തിൽ ഒരു എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണം ഒരു മാറ്റം. അത് ഞാനാണോ മാറ്റം കൊണ്ടുവരാനോ അത് അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ടോ വേറെ ആരാണോ അത് ഞാൻ പറയാൻ എനിക്ക് അതിനൊരു താല്പര്യമില്ല, ഞാൻ പറയാൻ പോകുന്നില്ല. ബട്ട് ഇവിടെ ഒരു ടൈം ഫോർ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു സംശയമില്ല. കുറേ സമയം ഇപ്പോൾ ഈ ക്യാമ്പയിനിങ്ങിന് കിട്ടി, കൂടുതൽ ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ജനങ്ങളെ കാണാൻ കഴിയുക, അവരുടെ കൂടുതൽ ഇഷ്യൂസ് അതാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ മുന്നിൽ എത്തുന്നുണ്ട്. എത്രയോ ഉണ്ട് ഇതിൽ. 10-15 കൊല്ലമായിട്ട് ഒരു മുമ്പോട്ട് പോകുന്ന ഒരു എവിഡൻസും ഇല്ല. ഇവിടെ തൊഴിലിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അത് തൊഴിലൊന്നും ക്രിയേറ്റ് ആവുന്നില്ല. പിന്നെ തീരദേശത്തെ മേഖലയിൽ എത്രയോ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ട്. കടലാക്രമണം, അവിടുത്തെ ലൈവ്ലിഹുഡ്സ്, അവിടുത്തെ ഫാമിലീസിൻ്റെ റീഹാബിലിറ്റേഷൻ സിറ്റുവേഷൻ, എത്രയോ കൊല്ലമായിട്ട് അത് ഇങ്ങനെ കടക്കുന്നു. ഇങ്ങനെ ആരും അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നുമില്ല, ഒന്നും അത് മുമ്പോട്ട് പോകുന്നില്ല. എത്രയോ കോളനീസിൽ വീട് 10-15 കൊല്ലമായിട്ട് പകുതി പണിയ വീട് അങ്ങനെ കിടക്കുന്നു, കാശ് കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് ആകാൻ. ഇന്നും കഴിഞ്ഞ 3 കൊല്ലത്തിൽ നരേന്ദ്രമോദിജീൻ്റെ ജൽജീവൻ മിഷൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ 4 ലക്ഷം വീട്ടിൽ കുടിവെള്ളം ഡയറക്റ്റ്ലി ടാപ്പ് വാട്ടർ എത്തിപ്പിച്ചിട്ടുണ്ട്. ഇന്നും 2.69 വീട് ഇന്നും ഉണ്ട് തിരുവനന്തപുരം, നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കുടിവെള്ളം ഇല്ലാണ്ട്. അങ്ങനെ ബേസിക് ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഇന്നും ഉണ്ട്. നമ്മളിപ്പോൾ 75-76 കൊല്ലം കഴിഞ്ഞു ഇൻഡിപെൻഡൻസ്. ഇതെല്ലാം ആരോ പണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു, ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് പബ്ലിക്കലി ഞാൻ പറയുന്നുണ്ട്, ഞാൻ വന്നതൊരു മത്സരം കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എനിക്ക് ഒരു പേഴ്സണൽ ലെവലിൽ ഇതൊരു നിയോഗമായി മാറിയിട്ടുണ്ട്, ഒരു മിഷൻ ടു ട്രാൻസ്ഫോം ആൻഡ് ടേക്ക് തിരുവനന്തപുരം ഫോർവേഡ്. ഇപ്പോൾ പറഞ്ഞു ഒരു മത്സരം എന്നുള്ള കരുതിയിട്ടാണ് വന്നത്. അപ്പോഴും തിരുവനന്തപുരത്ത് മത്സരം ആദ്യമായിട്ടാണ്. ഒരു പുതിയ ആൾ എന്നുള്ളൊരു ഫീല് അത് പരിപൂർണമായിട്ട് മാറിയോ? എനിക്ക് തോന്നുന്നു ഈ പുതിയ ആളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഫസ്റ്റ് മത്സരത്തിൽ പുതിയ ആളല്ലേ. അത് ഇവിടുത്തെ 15 കൊല്ലം ആയ ഒരു MP-യും ഒരു കാലത്ത് പുതിയ ആളായിരുന്നു. പിന്നെ നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ സാറ് ഒരു കാലത്ത് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ പുതിയ ആളായിരുന്നു. അതൊരു നോർമൽ സൈക്കിൾ ഓഫ് പോളിറ്റിക്സ് ആണ്. ഇന്ന് ആരാണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ, നാളെ വേറെ ആരെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് വരും. അത് ഒരു സൈക്കിൾ ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണ്, എവല്യൂഷൻ. അങ്ങനെ ഞാൻ കണ്ടില്ല. ബട്ട് ഇത് ഞാൻ എപ്പോഴും ക്ലാരിഫൈ ചെയ്യും. ഞാൻ ഒരു പുതിയ ആളാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ രാഷ്ട്രീയം നോക്കിയാൽ കേരളത്തിൽ ഒരു ട്രഡീഷണൽ രാഷ്ട്രീയമുണ്ട്. ഇവർ 2 പാർട്ടീസും തെറി പറഞ്ഞ്
എലക്ഷൻ ടൈമിൽ എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ജനങ്ങളുടെ വേദനയും ജനങ്ങളുടെ വിഷമങ്ങളും ഒന്നും റിസോൾവ് ആവുന്നില്ല. ഒരു ട്രഡീഷണൽ പോളിറ്റിക്സ് ഉണ്ട്. ഇവർ എന്തെങ്കിലും പറയും, മറ്റൊരു എന്തെങ്കിലും പറയും, എന്നിട്ട് ഒരു പർട്ടിക്കുലർ വോട്ട് ബാങ്കിന് അവർ രണ്ടാളും കമ്പീറ്റ് ചെയ്യും. അത് ഒരാൾ ജയിക്കും, മറ്റേ ആൾ തോൽക്കും, എന്നിട്ട് മറ്റേ വോട്ട് ബാങ്കിന് പിന്നിൽ പോകും. ആ ഒരു ട്രഡീഷണൽ പോളിറ്റിക്സിന് ഞാൻ ഒരു ഔട്ട്സൈഡറാണ്. ഞാൻ ആ കളി കളിക്കുന്നില്ല. എനിക്ക് കളിക്കാൻ ഒരു താല്പര്യമില്ല, എനിക്ക് വേണ്ട, ആ കളി കളിക്കണ്ട. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് വ്യത്യാസം കൊണ്ടുവരിക, എന്താണ് അവരുടെ ഇഷ്യൂസ് പുരോഗതി, വികസനം, തൊഴിൽ, സ്കില്ലിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ ആ ഒരു ഇഷ്യൂസിനെ പറ്റി ഞാൻ റെഡിയാണ് ഡിബേറ്റ് ചെയ്യാൻ. ആരെന്ത് ചെയ്തു, ആർക്കാണ് കഴിവ്, ആരെന്ത് ചെയ്യാൻ പോകുന്നു, അതൊന്നും ഞാൻ ഓഫർ ചെയ്യുമ്പോൾ ആർക്കും ഒരു താല്പര്യമില്ല. അവർക്ക് വേണ്ടത് അതേ ഒരു പഴയ ഒരു ഹാഫ് ലൈൻ്റെ മണിപ്പൂർ, ഒരു ഫുൾ ലൈൻ്റെ CA, പിന്നെ അത് രണ്ടും നടന്നില്ലെങ്കിൽ ഒരു ബീഫ്, അത് നടന്നില്ലെങ്കിൽ ആ ജനങ്ങളെ പേടിപ്പിച്ച് പള്ളി കത്തിക്കും, അങ്ങനെ ഒരു രാഷ്ട്രീയം. അതിന് ഞാൻ പോവില്ല. ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് പോകാൻ ഇൻട്രസ്റ്റും ഇല്ല. അവർ കളിച്ചോട്ടെ ആ ഗെയിം. എനിക്ക് ഇന്ന് കാണുന്നത് ജനങ്ങൾ അത് മടുത്തു. 65-70 കൊല്ലമായിട്ട് അതേ ഒരു സെയിം ഒരു റട്ട്. ഇവർ അങ്ങനെ പറയും, പിന്നെ മറ്റേത് പറയും, ഇങ്ങനെ. എന്നിട്ട് മുമ്പോട്ട് ആരും പോവില്ല. പക്ഷെ നിങ്ങളോട് അത് ചോദിക്കില്ലേ സ്വാഭാവികമായിട്ട്? ഇപ്പോൾ പറഞ്ഞ ഈ ടോപ്പിക്സ് എല്ലാം ഉണ്ട്, അത് ഈ ഡെവലപ്മെൻറ്റ് പോലത്തെ വളരെ മെയിൻ കാര്യങ്ങളിൽ നിന്ന് ഫോക്കസ് മാറ്റുന്ന ഒരു വിഷയമാണ്. പക്ഷേ എങ്കിലും ഇന്ത്യയുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ, BJP സ്ഥാനാർത്ഥി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെല്ലുന്ന സ്ഥലത്ത് ആൾക്കാരത് ചോദിക്കില്ലേ? എന്ത് ചോദിക്കും? ഇത്തരം ടോപ്പിക്സുകളിലൂടെ ഇപ്പോൾ ചോദിക്കും. ബട്ട് അതല്ലല്ലോ മെയിൻ ഇഷ്യൂ. ഞാൻ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. മണിപ്പൂർ ചോദിച്ചോളൂ, ബീഫ് ചോദിച്ചോളൂ, CA ചോദിച്ചോളൂ, എന്നെപ്പറ്റി ചോദിച്ചോളൂ, എല്ലാം ചോദിച്ചോളൂ. ബട്ട് അത് ചോദിച്ചു കഴിഞ്ഞ് അതിൻ്റെ ആൻസർ കിട്ടി കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് പോകണം, നമുക്ക് ചോദിക്കണം. 10 കൊല്ലം ജനങ്ങളിൽ കോൺഗ്രസ്സിന് അവസരം കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? 8 കൊല്ലം കേരള ജനങ്ങൾ നമ്മുടെ CPI-CPM ഗവൺമെൻറ് നടത്താൻ ഒരു അവസരം കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? ഇന്ന് കടം വാങ്ങി ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു. അവരെന്ത് ചെയ്തു? അത് ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? 10 കൊല്ലം നരേന്ദ്രമോദിജിക്ക് അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ തയ്യാറാണ്. മണിപ്പൂരും ബീഫും CAയും ചർച്ചും പള്ളിയും എല്ലാം തയ്യാറാണ്. ബട്ട് ഇതും നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യണം. ജനങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞില്ല. ഓക്കെ, ഞാനിപ്പം അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നത്, ഭക്ഷണത്തിൻ്റെ ഒരു ടൈം ആയതുകൊണ്ടാണ്. ഭയങ്കര തിരക്കുള്ള ഒരു ടൈമാണല്ലോ. ഈ ഫുഡിന്റെ ടൈം ടേബിൾ ഒക്കെ കംപ്ലീറ്റ് തെറ്റി കിടക്കുകയാണോ? അത് ശരിയാ. തെറ്റി കിടക്കല്ല. ഞാൻ എൻ്റെ ഈ ഭക്ഷണമെല്ലാം ഈ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആര് വീട്ടിലോ പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഒരു ഗസ്റ്റായി പോകുമ്പോൾ ഇങ്ങനെ ഒരു എഫെക്ഷനെല്ലാം കിട്ടുമ്പോൾ നന്നായി ചോറ് കിട്ടുക, അതെല്ലാം ഓക്കെയാണ്. കുറച്ചൊരു ഓവർ ഈറ്റിങ്ങും ഓൺ ദ ക്യാമ്പയിൻ ട്രെയിലും ഒരു അൺഹെൽതി ഈറ്റിങ്ങും നടക്കും. ബിക്കോസ് പല ടേസ്റ്റുകൾ കൂടെ കടന്നു പോകുന്നുണ്ട് ഈ സമയത്ത്. ടേസ്റ്റും ഉണ്ട്, ക്വാണ്ടിറ്റീസും ഉണ്ട്, ചാലഞ്ചസ് എല്ലാം ഉണ്ട്. ബട്ട് ഇതെല്ലാം ഒരു എഫെക്ഷനോട് കിട്ടുന്ന സമയത്ത് അത് നോന്ന് പറയാനും പറ്റില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഫുഡിയൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ ഫുഡ് അങ്ങനെ ഒരു ഇഷ്ടമുള്ള അല്ല. എനിക്ക് ഫുഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒബ്സസീവ് ഫുഡി ഒന്നുമല്ല. ബട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. ചോറ്, സാമ്പാർ, പപ്പടം, അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് കുസീനൊന്നും അങ്ങനെ ഒരു ടേസ്റ്റ് ബഡൊന്നും കേരള ക്യൂസിനിൽ തീരെ പറ്റില്ല എന്ന് തോന്നുന്നത് എന്താണ്? തീരെ പറ്റില്ല അങ്ങനെ ഒന്നുമില്ല. ഞാൻ പായസം ജാസ്തി കുടിച്ചാലും കഴിച്ചാലും എനിക്ക് പ്രോബ്ലമാണ്. അത് എനിക്കൊരു എപ്പോഴും ഒരു വെയിറ്റിൻ്റെ ഒരു ചാലഞ്ചിങ് ഇഷ്യൂ ആണ്. അപ്പോൾ പായസം ഞാൻ കുറച്ച് കട്ട് ഡൗൺ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അടപ്രഥമനും പാൽപ്പായസവും എല്ലാം അത് എപ്പോഴും എനിക്കൊരു കുറച്ച് കോഷ്യസ് ആണ്. അത് കണ്ടാൽ എനിക്ക് ആദ്യം ഒരു റെഡ് ലൈറ്റ് ബ്രേക്ക് ഇട്ടിട്ട് റെഡ് ലൈറ്റ് മാതിരിയാണ്.
ഞാനൊന്ന് ലൈറ്റായിട്ടൊന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നത് 2007-2008 സമയത്താണ്. കാരണം ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന ന്യൂസ് നെറ്റ്വർക്കിനെ തന്നെ സാറിന്റെ കമ്പനി അന്ന് ഏറ്റെടുക്കുന്ന ടൈമിലായിരുന്നു. അപ്പം അന്ന് പക്ഷെ അന്നൊരു ബിസിനസ് മാഗ്നറ്റ് ആണ് ആ ടൈമിൽ, നമുക്ക് അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വളരെ അക്ലൈംഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ, ഒരു എവല്യൂഷൻ. ഇപ്പൊ ഞാനടക്കം അതിന്റെ വിറ്റ്നസ് ആണെന്ന് പറയാം. ആ അത്രയും വർഷങ്ങൾ കണ്ടിട്ട് അത് എങ്ങനെയാണ് ഒരു എവല്യൂഷൻ? അല്ല, 2006 ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യുന്ന ഒരു ഫ്ലൂക്കായിരുന്നു. ഞാൻ എൻ്റെ അന്ന് 10-12 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു BPL മൊബൈൽ എന്ന് പറയുന്ന കമ്പനി, ഞാൻ ഉണ്ടാക്കിയ കമ്പനി വിറ്റിട്ട് ഒരു 6 മാസം ബ്രേക്ക് എടുത്തിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ഫിറ്റ് ആവാം, ഒരു എക്സസൈസ് റെജീമും തിങ്കിങ് റീഡിങ്. ആ സമയത്ത് ആരും എന്നോട് ഒരു ഓഫർ തന്നു, ദേവേഗൗഡജിയെ മീറ്റ് ചെയ്യാൻ. ഭയങ്കര ഫ്ലൂക്കായിട്ട് ഞാൻ ഏഷ്യാനെറ്റിലൊരു പിക്ചർ എന്തോ കാണുന്നത്. മനസ്സിൽ എവിടെയും പൊളിറ്റിക്സ് ഇല്ല. ഇല്ലല്ല, എനിക്ക് നാഷണൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ട് മനസ്സിൽ. എൻ്റെ അച്ഛൻ ഒരു എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. എനിക്കൊരു ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയി ഒരു ഫ്ലൂക്കായി പോയി. അദ്ദേഹം എൻ്റെ മൈൻഡിൽ ഈ പോളിറ്റിക്സിൻ്റെ കരിയറിനെ പറ്റി ഒരു സജഷൻ തന്നു. എന്നിട്ട് അതെല്ലാം ഒരു പെട്ടെന്ന് ട്രാൻസ്ഫോമായി. ഒരു മാസത്തിൽ ഞാൻ MB ആയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സ്വെയറിങ്ങിന് പോയപ്പോൾ അന്ന് എൻ്റെ ചേംബറിൽ ബൃന്ദ കറാട്ടും മാർഗ്രറ്റ് ആൽവ, 2 ലെഫ്റ്റും, അന്ന് UPA കോളീഷൻ ആയിരുന്നല്ലോ, ലെഫ്റ്റ് സപ്പോർട്ടഡ് കോലീഷൻ ആയിരുന്നു കോൺഗ്രസ്. അവർ രണ്ടാളും ഇരുന്നിട്ട് അവരുടെ വിസ്പർ ഞാൻ കേട്ടു. നോക്കൂ, ബിസിനസ് മാൻ പോളിറ്റിക്സിൽ എൻ്റർ ആയിട്ടുണ്ട്, ഫ്ലോപ്പ് ആവാൻ പോവാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അത് ഒരു വിവിഡ്ലി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അങ്ങനെ ഇവരാണ് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഞാൻ പോളിറ്റിക്സിൽ ഞാൻ സക്സസ്ഫുൾ ആവാൻ എനിക്ക് കഴിവുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചാലഞ്ച് ആയിട്ട് എടുത്തു. എന്നിട്ട് ആ ഒരു ടേമിൽ ഏറ്റവും വലിയ ഇഷ്യൂസ് ഞാൻ എടുത്തു. 1 റാങ്ക് 1 പെൻഷൻ, പിന്നെ 2G സ്കാം, പിന്നെ റോബർട്ട് വാഡ്രയും രാഹുൽ ഗാന്ധിക്കും സെക്യൂരിറ്റി ഫ്രിസ്കിങ് എക്സെംപ്റ്റഡ് ആയിരുന്നു എയർപോർട്ട്സിൽ. അത് ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്ത് പാർലമെൻറ്റിൽ അവരെ ഫ്രിസ്കിങ് ചെയ്യണമെന്ന് ഒരു മാൻഡേറ്റ് ചെയ്തു. പിന്നെ കാർഗിൽ വിജയ് ദിവസ് കോൺഗ്രസ് 2010 വരെ പറഞ്ഞു വി വിൽ നോട്ട് സെലിബ്രേറ്റ് ഇറ്റ്, അത് BJPൻ്റെ വാറാണ്. അത് ഞാൻ പാർലമെൻറ്റിൽ ആജിറ്റേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു ദാറ്റ് ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റും, ഇതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എനിക്കൊരു കഴിവുണ്ട്. അപ്പോഴും അതൊരു റെഡ് കാർപ്പറ്റ് അല്ലല്ലോ പൊളിറ്റിക്സ്. ഈ ബിസിനസ് ഇൻഡസ്ട്രിന്ന് വരുമ്പോൾ അന്ന് ആ ടൈമിൽ എപ്പോഴെങ്കിലും തോന്നിയോ അത് മതിയാക്കാം എന്നൊക്കെ ആ സമയത്ത്? ഇല്ല, ഞാൻ മേ ബി ഒരു 2006-2007 ഇങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ ഈ പോളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഒരു നാച്ചുറൽ ആയിരുന്നില്ലല്ലോ. എനിക്ക് ഈ പോളിറ്റിക്സ് എല്ലാം പുറത്തുനിന്നല്ല കാണുന്നത്, ഈ പാർലമെൻ്റ് സിസ്റ്റമും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. എന്നിട്ട് ഞാൻ പോയത് ആസ് എൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഓപ്പോസിഷനിൽ ഇരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് MP ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്കൊരു പാർട്ടി സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം എനിക്ക് തന്നെ ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഒരു 2007 ഞാൻ വിചാരിച്ചു ഇതൊരു 1 ടേം വണ്ടർ ആയിരിക്കും. 2006-2012 ഒരു നല്ല എക്സ്പീരിയൻസ്, അത് നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ബട്ട് 2008 കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇതിൽ ഒരു സീരിയസ് പണി ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്, അത് ചെയ്യണം. എന്നിട്ട് പിന്നെ 2012 എനിക്ക് സെക്കൻഡ് ടേം കിട്ടി, പിന്നെ 2018 തേർഡ് ടേം. നമ്മൾ ഇവിടുത്തെ സാറ് കഴിച്ചുകൊണ്ട് നമുക്ക് ഞാൻ ഇലക്ഷൻ്റെ കാര്യം തന്നെ ചോദിക്കാം. ഇവിടെ കേരളത്തിൽ ഈ താഴെത്തട്ടിലുള്ള ഇപ്പം ഇത്ര സമയമായി, തുടക്കത്തിൽ വന്നപ്പോൾ ക്യാമ്പയിനിങ് തുടങ്ങിയപ്പം താഴെത്തട്ടിലുള്ള അണികളെയൊക്കെ അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയിരുന്നു. ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു അങ്ങനെ ഒരു തോന്നൽ എവിടെയെങ്കിലും പാർട്ടിൻ്റെ അങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു അവർക്ക്? ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും കിട്ടിയില്ല. ബിക്കോസ് ഒന്ന്, ഞാൻ വളരെ അപ്രോച്ചബിൾ ആണ്. എനിക്ക് അങ്ങനെ ഒരു ഡെലൂഷൻ ഒന്നുമില്ല, ഞാൻ വലിയൊരാളാണെന്നോ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും
ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ BJP-യിൽ കാര്യകർത്ത എന്ന് പറയുന്നില്ലേ, പ്രവർത്തിക്കുന്ന അവരെയെല്ലാം ഞങ്ങൾ ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ആ സിസ്റ്റമിൽ അങ്ങനെയാണ്. ഞങ്ങളുടെ പ്രധാനമന്ത്രി ചിലപ്പോൾ എല്ലാം TV-യിലെല്ലാം കാണല്ലോ, അദ്ദേഹം അവർ വീട്ടിൽ പോവും, അവർ വളരെ റെസ്പെക്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മുടെ പാർട്ടി ഒരു ടോപ്പ് ഡൗൺ പാർട്ടിയല്ല. നമ്മുടെ പാർട്ടി ശരിക്കും പറയുകയാണെങ്കിൽ BJP ഒരു ബോട്ടം അപ്പ് പാർട്ടിയാണ്. അപ്പോൾ പ്രവർത്തിക്കുന്ന ജനങ്ങളാണ് ശരിക്കും ഞങ്ങൾ റോക്ക്. അപ്പോൾ അങ്ങനെ അവരെ കോൺഫിഡൻസിലെടുത്ത് മനസ്സിലാക്കി ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് എൻ്റെ ക്യാമ്പയിൻ സ്ട്രാറ്റജി, വേഗം അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു ഡിഫിക്കൽട്ടിയും ഞാൻ ഫേസ് ചെയ്തില്ല. നമ്മൾ എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ മുമ്പ് കുമ്മനം രാജശേഖരനുമായിട്ട് നമ്മൾ ഒരു ഇൻ്റർവ്യൂ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ വളരെ പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. അന്ന് ആരായിരിക്കും എന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാതിരുന്നൊരു ടൈമാണ്. ഞാൻ അതും കൂടെ ചേർത്തിട്ടാണ് ചോദിച്ചത്, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇല്ല. ഞാൻ കേരളത്തിനെ പറ്റി ആദ്യം എന്നോട് ചോദിച്ചത് പ്രൈം മിനിസ്റ്റർ എന്നോട് ചോദിച്ചത് ജാനുവരിയിൽ. രാജീവിന് ഇങ്ങനെ ലോക്സഭ മത്സരിക്കാൻ താല്പര്യമുണ്ട്, എവിടെ മത്സരിക്കണം. അപ്പോൾ അന്നെല്ലാം മനോരമയിലും മാതൃഭൂമിയിലും പേപ്പറിലെല്ലാം ഇങ്ങനെ ആർട്ടിക്കിൾസ് ആയിരുന്നു. നിർമ്മല സീതാരാമൻ ടു ട്രിവാൻഡ്രം, ജയശങ്കർ ടു ട്രിവാൻഡ്രം. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ആർട്ടിക്കിളിൽ അവർ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ട്രിവാൻഡ്രം പോകുന്നുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ജാനുവരി ഒരു 16 17 അങ്ങനെ ഡേറ്റ് ആയിരുന്നു, റിപ്പബ്ലിക് ഡേന് മുമ്പായിരുന്നു. പ്രൈം മിനിസ്റ്ററിന് വേറെ ഏതൊരു മീറ്റിംഗ് ആയിരുന്നു. പ്രൈം മിനിസ്റ്ററിനെ ചോദിച്ചു എന്നോട് എവിടെയാണ് മത്സരിക്കാൻ താല്പര്യം. അപ്പം ഞാൻ അന്ന് ഇതെല്ലാം മനസ്സിലുണ്ടായിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കേരള നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കിട്ടിയ എനിക്കൊരു അഭിമാനമുണ്ടാവും, സന്തോഷമുണ്ടാവും, എൻ്റെ ഫാമിലിക്ക് ഭയങ്കര പ്രൈഡും ഉണ്ടാവും. ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം സ്മൈൽ തന്നു, നോട്ട് ചെയ്തു. എന്നിട്ട് ഫെബ്രുവരി എൻഡിൽ എന്നെ വിളിച്ചു, പറഞ്ഞു ശരി സ്റ്റാർട്ട് പ്രിപ്പയറിങ്, ബട്ട് ചാലഞ്ചിങ് ആയിരിക്കും, സ്റ്റാർട്ട് പ്രിപ്പയറിങ്. അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ട്രിവാൻഡ്രം ചൂസ് ചെയ്തത്? അത് തന്നെ ബിക്കോസ് എനിക്ക് ലോക്സഭ എന്ന് പറഞ്ഞാൽ എപ്പോഴും കേരളയിൽ നിന്ന് മത്സരിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കത് എനിക്കിങ്ങനെ അങ്ങനെ അവസരം കിട്ടുന്ന എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല തരുന്നു. ബട്ട് അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരം. ഞാൻ ജമ്പ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഫെബ്രുവരിയിൽ പ്രൈം മിനിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ ചാലഞ്ചിങ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഒരു സാധനം വിത്തൗട്ട് ചാലഞ്ചസ് വന്നിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ചാലഞ്ചിങ് ആണ്. എൻ്റെ ഓൺട്രപ്രണറിയൽ കരിയർ, എൻ്റെ US-ൽ ഇൻറ്റലിൻ്റെ കരിയർ, എല്ലായിടത്തും ഞാൻ ചാലഞ്ചസിന് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചാലഞ്ച് ആയിരിക്കും, യെസ്, ബട്ട് ഞാൻ അത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് സാർ കഴിച്ചുണ്ടോ നമുക്ക് ടോക്കിൻ ഇൻ ബിറ്റ്വീൻ കാരണം ഞാൻ കഴിക്കുന്നുണ്ട് ഇടയിൽ സാറ് പക്ഷെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാനതുകൊണ്ട് ചോദിച്ചത്. നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഹിസ്റ്ററി, ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പം ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത കാര്യം. അത് വലിയ ആൾക്കാർ വീണിട്ടുമുണ്ട്, വാണിട്ടുമുണ്ട്. 1952 തൊട്ട് എടുക്കുമ്പോൾ തന്നെ ഈ അട്ടിമറി നടന്നിട്ടുണ്ട്. എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സോണ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്ന ജനങ്ങളുടെ ഇടയിൽ അത് ആ ഒരു ചാലഞ്ച് അതെങ്ങനെയാണ് എടുക്കുന്നത്? ഒരു വ്യക്തിപരമായിട്ട് വോട്ടുകൾ ഇല്ല. എന്നോട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടൊരു മീഡിയൻ്റെ കോളീഗ്, താങ്കളുടെ കോളീഗ് എന്ന് ചോദിച്ചു ഏതാ പേപ്പർ എനിക്ക് ഓർമ്മയില്ല, ഇത് എന്തിൻ്റെ ഫൈറ്റാണ്, ഇസ് ഇറ്റ് എ ഫൈറ്റ് ബിറ്റ്വീൻ യു ആൻഡ് സംബഡി എൽസ്, അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, അത് ഇതിങ്ങനെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പേഴ്സണാലിറ്റീസിൻ്റെ ഫൈറ്റ് മാത്രമല്ല, ഇതിൽ ശരിക്കും ഒരു അണ്ടർലൈൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. അത് ആരാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നേതാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ആർക്കാണ് ശരിക്കും ഒരു ട്രാക്ക് റെക്കോർഡ്? അതൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. ഞാനിങ്ങനെ ഒരു ഡിക്ഷണറി വായിച്ചു, മറ്റേ പുള്ളി വേറെ ബുക്ക് വായിച്ചു, അതിൻ്റെ ബേസിസിൽ നമ്മൾ വിചാരിച്ച അങ്ങനെയല്ല ജനങ്ങൾ വിചാരിക്കുന്നത്. ജനങ്ങൾക്കൊരു ഒരു ഫീലിംഗ് ഉണ്ട്, ഈ പുള്ളി അല്ലെങ്കിൽ ഈ പാർട്ടി അല്ലെങ്കിൽ ഈ പുള്ളി ആൻഡ് പാർട്ടി
ആണ് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇവരാണ് നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊരു വ്യത്യാസം കൊണ്ടുവരാൻ. അതാണ് അവരുടെ ഫീലിംഗ്. അപ്പോൾ അതിനെ ഒരു ട്രിവിലൈസ് ചെയ്തിട്ട് ആരാണ് മോർ ആർട്ടിക്കുലേറ്റ്, ആരുടെ മുടിയാണ് ലോങ്ങർ, ആരുടെ പാൻ്റാണ് ഷോർട്ടർ, അതല്ല ശരിക്കും. അത് നമ്മൾ ഡെമോക്രസീനെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു നെറേറ്റീവാണ്. ജനങ്ങളുടെ വ്യൂസ് എല്ലാം ഒരു നല്ലൊരു കോമൺ സെൻസ് കൊണ്ട് അവർക്ക് മനസ്സിലാവും ആരാണ് ശരിക്കും ഈ 3 ആൾക്കാരോ വേറെ ഏതെങ്കിലും കോൺടെസ്റ്റിൽ 4 ആളും ആരാണ് ശരിക്കും നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ കുടുംബത്തിന് പണി ചെയ്യാൻ പോകുന്നത്. ആ ബേസില്ല 3 ആൾക്കാരും ഫ്ലോപ്പ് ആണെങ്കിൽ 3-ന് ഏറ്റവും ലെസ് ഫ്ലോപ്പ് എടുക്കും. അതാണ് ട്രഡീഷൻ. എത്രയോ കോൺസ്റ്റിറ്റ്യുവൻസീസിലും 3 ബാഡ് കാൻഡിഡേറ്റ്സ്, 2 ബാഡ് കാൻഡിഡേറ്റ്സ്, അതുകൊണ്ട് നോട്ട അമർത്തുന്നു ജനങ്ങൾ. അപ്പോൾ നോട്ട എന്തിനാ അമർത്തുന്നു? നോ ചോയ്സ്. അപ്പോൾ നോ ചോയ്സ് പേഴ്സണാലിറ്റി അല്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ജനങ്ങളുടെ ഡെമോക്രാറ്റിക്, നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി ഇന്ന് വേൾഡിൽ ഇത്രയും ഇമ്പ്രസീവായിട്ട് എത്രയോ ആൾക്കാർ എത്രയോ ഇമ്പ്രസ്ഡ് ആണ്. എന്തുകൊണ്ട്? 140 കോടി ഇന്ത്യൻസ് 5 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോയി അവർ പീസ്ഫുള്ളി എക്സസൈസ് ചെയ്യുന്നു അവരുടെ ഫ്രാഞ്ചൈസ്. എന്നിട്ട് ഫ്രാഞ്ചൈസ് എക്സസൈസ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് നന്നായി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നു. അവർ 2014 ഒരു ഫ്രാഞ്ചൈസ് ഒരു ഇലക്ഷൻ മാൻഡേറ്റ് കൊടുത്തു. 19 ആ മാൻഡേറ്റിനെക്കാളും ജാസ്തി മാൻഡേറ്റ് കൊടുത്തു. 19 to 2024 ആ മാൻഡേറ്റ് വിൽ ബി ഇൻ മൈ ഒപ്പീനിയൻ ഈവൻ ബിഗർ. അതെന്താണ് അണ്ടർലൈൻ ഫിലോസഫി? ഇതിനെ മതമാക്കിയിട്ടോ ഇത് നോക്കിയിട്ടോ അത് നോക്കിയിട്ടോ ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര മിസ്റ്റേക്കാണ്. ശരിക്കും അതൊന്നുമല്ല. ജനങ്ങൾക്ക് അറിയാം ഈ ഡയറക്ഷൻ പോകുന്നത് നമുക്ക് നല്ല ഡയറക്ഷനാണ്. അത് ഇഷ്ടമല്ലെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് അങ്ങ് ഇട്ടിട്ട് പുറത്താക്കും. 2014 അതായില്ലേ? സോ ഈ പേഴ്സണാലിറ്റി ബാറ്റിൽസ് എല്ലാം ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ ചിരിക്കും. ഞാൻ പറയും ഇതെല്ലാം ഒരു മേക്ക് ബിലീവ് ഡെലൂഷണൽ വേൾഡാണ്. ജനങ്ങൾ എന്നെ ചോദിക്കും, ഞാനിപ്പോൾ ആരെങ്കിലും വീട്ടിൽ പോയപ്പോൾ വീട് പോകുമ്പോഴോ ഒരു പ്രോഗ്രാം പോകുമ്പോൾ എന്നെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ, നിങ്ങളുടെ IQ എത്രയാണെന്നല്ല ചോദിക്കുന്നത്. എന്താ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? എൻ്റെ കടലാക്രമണം എന്തെങ്കിലും ചെയ്യുമോ? അതല്ല ചോദിക്കുന്നത്. അപ്പോൾ ഈ IQയും ഈ ലിറ്ററസിയും അതെല്ലാം ഒരു എലീറ്റ്. അതെ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കാം, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം കോൺഫിഡൻസ് കൂടുതലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, കൂടുതൽ വോട്ടുകൾ കിട്ടും ഉറപ്പ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. 3 തവണ ഇപ്പോൾ BJP വലിയ ഒരു തരംഗമായിട്ട് നിന്ന സമയത്ത് പോലും ജയിച്ച ഒരാളാണ് ശശി തരൂർ. അപ്പം അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഈ സിറ്റിംഗ് MP ഉണ്ട് എന്ന് അദ്ദേഹത്തിന്? ഇല്ല, അത് മേ ബി അത് 2014-ലും 19-ലും ഉണ്ടായിരുന്നു. ബട്ട് ഇന്നിപ്പോൾ 15 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരം വേണ്ടേ? 15 കൊല്ലം എന്ത് ചെയ്തു? അതുകൊണ്ടല്ലേ ഇപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ഇല്ലാത്ത കാരണമല്ലേ ഇപ്പോൾ അവരുടെ നെറേറ്റീവ് ഫുള്ളി ഈ മണിപ്പൂരും ബീഫും CA ഇതുവരെ ആ 2 പാർട്ടീസും ഒന്ന് നോക്കിക്കോളും, അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട്? ഒരു ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ പുള്ളി ഇന്ന് ഞാൻ തെറിയൊന്നും പറയുന്നില്ല. ഈ പുള്ളി ഇന്ന് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാൻ റിലീജിയസ് മൈനോറിറ്റീസും പ്രൊട്ടക്റ്റ് ചെയ്യും. 10 കാലം നരേന്ദ്രമോദിജി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ റിലീജിയസ് മൈനോറിറ്റീസിനെ? ഇതെല്ലാം ഒരു മേക്ക് ബിലീവ്. പെർഫോമൻസ് ഇല്ലെങ്കിൽ ഞാൻ ഒരു വേറൊരു ഇഷ്യൂവിനെ അഡോപ്റ്റ് ചെയ്യും, അതിൻ്റെ ടീഷർട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ ഇടും. ഐ ആം എ പ്രൊട്ടക്ടർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാ ചോദിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ? അത് സുപ്രീം കോർട്ടില്ലേ? അതിനെന്തിനൊരു MP? അപ്പോൾ ഈ ശരിക്കുള്ള ഇഷ്യൂവിൻ്റെ ഒരു ആൻസറും ഒരു ഓൾട്ടർനേറ്റീവ് നെറേറ്റീവും അതിന് ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് റെക്കോർഡിൻ്റെ ഒരു കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഈ ഒരു ന്യൂ ഇഷ്യൂസ്, അത് ഞാൻ അവരെ ഗ്രഡ്ജ് ചെയ്യുന്നല്ല, അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ബട്ട് സത്യം പറയണല്ലോ, ഈ മൈനോറിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് തീരദേശ മേഖല. നമ്മൾ ആ തീരദേശ മേഖലയുടെ ഒരു വിഷയം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോദിക്കുന്നത്, ലത്തീൻ സഭയ്ക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഈ മൈനോറിറ്റികൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്ന് പ്രധാനപ്പെട്ട സഭാധ്യക്ഷന്മാരൊക്കെ പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ചോദ്യമായിട്ട് വരാറുണ്ട്. പിന്നെ എന്നോട് എത്രയോ ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ,
ഞാൻ പറയുന്നുണ്ട് ഇത് ആരെ ഈ വിഷം തലയിൽ ഫില്ല് ചെയ്യുന്നത്? ഇത് വിഷമല്ലേ? ഇത് സത്യമാണോ? ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? 10 കൊല്ലം നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് കാണിച്ചാൽ ഞാൻ രാഷ്ട്രം വിട്ടു പോകാൻ തയ്യാറാണ്. ഇല്ല, ചെയ്തിട്ടില്ല. അദ്ദേഹം എല്ലാവർക്കും ഒരേ സമാനം, കോൺസ്റ്റിറ്റ്യൂഷണലി ഈക്വൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈക്വൽ. അത് വീടാണോ, ഇൻഷുറൻസ് സ്കീമാണോ, ഏത് സ്കീമാണെങ്കിലും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ മതി, ഇന്ത്യൻ്റെ രാഷ്ട്രീയ ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ ഒരു 1-2 പാർട്ടീസ് ഉണ്ട് ഈ വിഷം നിറഞ്ഞ് ആൾക്കാരെ പേടിപ്പിച്ച്, അങ്ങനെ പേടിപ്പിച്ച് വെച്ച് ഒരു വോട്ട് ബാങ്ക് ആക്കി മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടി. ഞാൻ പേര് പറയുന്നില്ല. അവർക്ക് അതാണ് വേണ്ടത്. അവർക്ക് ഞാനൊരു സാധനം ചോദിക്കട്ടെ, ഇതെന്താണ് 10-15 കൊല്ലമായിട്ട് ആ കമ്മ്യൂണിറ്റീൻ്റെ പ്രോബ്ലംസ് ആരും സോൾവ് ചെയ്യാത്തത്? എന്തുകൊണ്ട്? പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ 2 ദിവസത്തിൽ വന്ന് 3 ആൾക്കാരെ കൊണ്ടുവന്ന് പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ ഞാൻ പിടിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, അല്ല അതൊരു ലെറ്റർ, ഇയാൾ എഴുതിയ ലെറ്ററാണ്, ഞാനും ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഞാൻ 23 ദിവസം കഴിഞ്ഞിട്ട്, 23 ദിവസമല്ല, 8 ദിവസം ഇവിടെ കാൻഡിഡേറ്റായി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പണി 15 കൊല്ലം ആരും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നില്ല? ഇതൊരു ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഇത് യുവർ വ്യൂവേഴ്സ് ഒന്ന് വിചാരിക്കണം. എൻ്റെ ഒപ്പീനിയനിൽ ഇത് ഇവരുടെ ഒരു സ്ട്രാറ്റജി, ആൾക്കാരെ അങ്ങനെ വെക്കാൻ, പേടിപ്പിച്ച് വെക്കാൻ. സൊല്യൂഷൻ ഉണ്ടാക്കണ്ട, അവർക്ക് റിസോഴ്സസ് ഒന്നും കൊടുക്കണ്ട. ഞാൻ ഇന്നലെ പിന്നെ വേറെ തീരദേശത്തൊരു വില്ലേജിൽ പോയി. അവിടെ എല്ലാ മഴക്കാലത്തും സീസണിൽ വീട് വാഷ് ഔട്ടായിട്ട്, മീൻസ് അത് റീകൺസ്ട്രക്ഷൻ. അതെന്താ? അത് അവർക്ക് ഇൻഷുറൻസ് ഇല്ല, അവർക്ക് ഹെൽത്ത് കാർഡില്ല, സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ഒന്നും അവിടെ അവർ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ എംപിയുടെ ഫണ്ട് മതിയാവുന്നില്ല. അല്ലല്ല, സെൻട്രൽ ഗവൺമെൻറ്, ഞാൻ സംസ്ഥാന സർക്കാരിനെ പറ്റിയാണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ അവിടെ കൊടുക്കാൻ സമ്മതിക്കില്ല. MP ആണെങ്കിൽ അത് ഫൈറ്റ് ചെയ്ത് റീച്ച് ചെയ്യണ്ടേ? അതാണ് ഈ ലെറ്റർ അയച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടായില്ല. അത് നോക്കൂ, എന്നോട് 3-4 ദിവസം മുമ്പ് ആര് പറഞ്ഞു, UN ശശി തരൂർ സിമിലർ. ഞാൻ പറഞ്ഞു, ഭഗവാൻ അത് മാത്രം പറയരുത്. നമ്മൾ ചോക്ക് ആൻഡ് ചീസാണ്. ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സാധനം, ഒരു പ്രോബ്ലം, പ്രോബ്ലം കണ്ടാൽ ഞാൻ വിടില്ല. അത് ഞാൻ എഴുതിയിട്ട് എൻ്റെ പണി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കില്ല. ഞാൻ അതിനെ ചേസ് ചെയ്ത്, ഞാനിപ്പോൾ അപർണൻ്റെ ഒരു സഫറിങ് കണ്ടു, എന്നിട്ട് ഞാനൊരു എഴുതി അയച്ചു. ഞാൻ കണ്ടു അപർണ ഈസ് സഫറിങ്, യോർ സിൻസിയർലി. അതാണോ ചെയ്യേണ്ടത്? അതാണോ എക്സ്പെക്റ്റേഷൻ? അതാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇഷ്യൂസ് ചേസ് ചെയ്ത് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണ വരെ അതിൻ്റെ പിന്നിൽ നടന്നു ഓടി ആ സഫറിങ് നിർത്താനാണ് എൻ്റെ ഒബ്ജക്റ്റ്. ആ വേദന നിർത്താനാണ്. അതിനകത്ത് ഞാൻ വേറൊരു വെർഷൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇടതുപക്ഷം പറയുന്ന വിഷയം, പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് സഹായം കിട്ടുന്നില്ല, എയിംസ് ഇല്ല, ഹൈക്കോടതി ബെഞ്ചില്ല, ഇതൊന്നും കേന്ദ്രം തരുന്നില്ല. ഇതിൻ്റെ പിറകെ ഓടാഞ്ഞിട്ടല്ല, ഓടുന്നുണ്ട്. ഡൽഹി വരെ പോയിട്ട് സ്ട്രൈക്ക് നടത്തിയിട്ട് തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പോൾ കേന്ദ്രം ഒന്നും തരുന്നില്ലെങ്കിൽ വായിച്ചല്ലോ, മിസ്മാനേജ്മെന്റ് ഓഫ് ദി ഇക്കോണമി, സ്റ്റേറ്റ് ഗവൺമെന്റ് മിസ്മാനേജ്. അവർ സുപ്രീം കോടതി പറഞ്ഞു, ഞാനൊരു കമ്പനി നടത്തുന്നു, അപ്പോൾ TV18-ലാണ്. കമ്പനി CEO കമ്പനീനെ ശരിക്കും മിസ്മാനേജ് ചെയ്തിട്ട് ലോസ് ഉണ്ടാക്കുന്നു. അത് ഒരു ബർത്ത് റൈറ്റ് ആണോ? പിന്നെ വേറെ ഷെയർ ഹോൾഡേഴ്സിൽ പോയി പറയാൻ കാശ് തരണമെന്ന്? അത് എന്ത് ലോജിക്കാ? അതല്ലേ സുപ്രീം കോടതി പറയുന്നത്. ജനങ്ങളുടെ വേദന വരുന്നത്, ജനങ്ങളുടെ വേദനയുടെ കോസ് എന്താണ്? മിസ്മാനേജ്മെന്റ് ഓഫ് ദി ഇക്കോണമി ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയണം, എനിക്ക് അറിയില്ല ഇക്കോണമി നടത്താൻ. അവർ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ, കേരളയിൽ ഇക്കോണമി ഈസ് നോട്ട് പോസിബിൾ എക്സെപ്റ്റിംഗ് IT ആൻഡ് ടൂറിസം. അപ്പോൾ ഫിഷറീസോ, അപ്പോൾ അഗ്രികൾച്ചറോ, അപ്പോൾ മാനുഫാക്ചറിങ്ങോ, വേറൊരു പണിയില്ലെന്നാണ് പറഞ്ഞത്. വേറെ ഒരു ഇൻഡസ്ട്രിയും ഇവിടെ സമ്മതിക്കില്ല, അതിൻ്റെ പോസിബിലിറ്റി ഇല്ലയെന്നാണ് പറഞ്ഞവർ. അങ്ങനെയാണെങ്കിൽ പിന്നെ പറയണം, ഞങ്ങൾക്ക് ഇക്കോണമി മാനേജ് ചെയ്യാൻ അറിയില്ല,
ഞങ്ങൾക്ക് BJPൻ്റെ ഒരു ഫൈനാൻസ് മിനിസ്റ്റർ അയക്കൂ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ അയക്കൂ, ഞങ്ങൾ ആ പുള്ളി നടത്തിക്കോട്ടെ. അതൊരു എക്സ്ക്യൂസ് അല്ല, ഒരു റെഡ് ഹെറിംഗ് ആണ്. അവർ ഡൽഹി വന്നപ്പോൾ അവിടെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നാടകമല്ലേ. അവരെന്നെ സുപ്രീം കോടതിയിൽ പറയുന്നു 1,10,000 കോടിൻ്റെ ഞങ്ങൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 7 കൊല്ലം. ആര്? സംസ്ഥാന സർക്കാർ. അവർ ലോസ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ 8 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡിക്ലൈനിങ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്ലൈനിങ്. ഇത് അവരുടെ മാനേജ്മെൻ്റ് ആണ്. അവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയണം, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇക്കോണമി ഇപ്പോൾ 2016 മുതലാണ് തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ ഇക്കോണമി. അതിന് മുമ്പ് ഇക്കോണമി ഉണ്ടായിരുന്നില്ല. പറഞ്ഞത് 58,000 കിഫ്ബി ബോണ്ട് എടുക്കുന്നു, അതിന് എവിടെ പോയി, എന്ത് ചെയ്തു? ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടാണ്. എനിക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തത് എനിക്ക് കാണുന്നില്ല. ചെയ്തതെല്ലാം നിതിൻ ഗഡ്കരി, അശ്വിനി വൈഷ്ണവ്, റെയിൽവേസ്, റോഡ്സ്. അപ്പോൾ അതെല്ലാം ഒരു റെഡ് ഹെറിങ്ങാണ്. ഫെയിലിയറിനെ പറ്റി ഡിസ്കഷൻ വേണ്ട. അതുകൊണ്ട് ഞാൻ ആരെയോ ബ്ലെയിം ചെയ്യും. ഇതിൻ്റെ ഒരു എക്സലൻ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 2000 എനിക്ക് കൊല്ലം ഓർമ്മയില്ല, കിങ് ഫിഷർ എന്ന് പറഞ്ഞ എയർലൈൻ ഉണ്ടായിരുന്നല്ലോ. ഒരു 110 ആൾക്കാർ സാലറി കിട്ടാണ്ട് എന്നെ വന്ന് കണ്ടു ബാംഗ്ലൂർ ഒരു ദിവസം. ഞാൻ ഇവരെല്ലാം കൊണ്ടുപോയി വിജയ് മല്യയുടെ വീട്ടിൽ പോയി, ഓഫീസിൽ പോയി. നമുക്ക് ഇവരെല്ലാം സാലറി കൊടുത്തിട്ടില്ല, കൊടുക്കണം. അപ്പോൾ പുള്ളി എന്നോട് അന്ന് പറഞ്ഞത് ഇപ്പോൾ കേരള സർക്കാർ പറഞ്ഞു സെയിമാ, ഞാൻ കൊടുക്കില്ല, എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോറോയിങ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവർ ബോറോ ചെയ്യാൻ ഒരു പെർമിഷൻ തന്നാൽ ഞാൻ ഇവർക്ക് ശമ്പളം കൊടുക്കാം. സെയിം. എന്നിട്ട് കമ്പനി അവിടെ പൊളിഞ്ഞില്ലേ? എന്തിനു പൊളിഞ്ഞു? മിസ്മാനേജ്മെൻറ്റ്, കറപ്ഷൻ. എന്തിനാണ് ഇവിടെ ഇക്കണോമിക് ക്രൈസിസ്? മിസ്മാനേജ്മെൻറ്റ് ആൻഡ് കറപ്ഷൻ. പക്ഷെ അവരൊരു ഫെഡറൽ സിസ്റ്റം അല്ലേ എന്നാണ്. ഫെഡറൽ സിസ്റ്റമിൽ അങ്ങനെ അതല്ലേ സുപ്രീം കോടതിൻ്റെ ഓർഡർ. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്തും ചെയ്യുക, എത്രയോ കാശ് ഉണ്ടാക്കുക, മിസ്മാനേജ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനെല്ലാം ഓടിപ്പിക്കുക. അവിടുന്ന് കിറ്റെക്സ് ആണോ ഏതെങ്കിലും ആണ് ഇൻവെസ്റ്റേഴ്സ് ആണോ. ഇവിടെ ഇക്കോണമി ഒന്നും ഗ്രോ ചെയ്യണ്ട. പിന്നെ എല്ലാ സ്റ്റേറ്റ്സിൽ ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ തമിഴ്നാട്ടിൽ മൊബൈൽ ഫോണിൻ്റെ വലിയ വലിയ ഫാക്ടറി വരുന്നു. ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ ദേവനല്ലി, ബാംഗ്ലൂർ അടുത്ത്, ഞാൻ ആപ്പിളിന് ഏറ്റവും വലിയ ഫാക്ടറി അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു. ലക്ഷക്കണക്കിൽ തൊഴിൽ ക്രിയേറ്റ് ആവുന്നു, ലക്ഷക്കണക്കിൽ ഇക്കണോമിക് വാല്യൂ ആഡ് ആവുന്നു, സപ്ലയേഴ്സ് വരുന്നു, വീടുണ്ടാക്കുന്നു, ഹോട്ടൽസ് ഉണ്ടാക്കുന്നു. അങ്ങനെയല്ലേ ഇക്കോണമി ഗ്രോ ചെയ്യുക. ഇവിടെ എന്തായാലും വരാത്തത്. ഇടതുപക്ഷത്തിൻ്റെ ട്രിവാൻഡ്രത്തെ കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് അത് കുറച്ചും കൂടെ വലിയ ഒരു ഡിബേറ്റിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നത്? കുറച്ചുകൂടെ സൗമ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്നാണല്ലോ അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇല്ല, ഞാൻ അദ്ദേഹത്തിന് ആദ്യം പണ്ട് കാലത്ത് ഒരു 2007-08 എന്തോ ഒരു കാഷ്വൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനൊരു ജൂനിയർ പൊളിറ്റീഷ്യൻ ആയിരുന്നു, അദ്ദേഹം ഭയങ്കര സീനിയർ. അക്കോർഡിംഗ് ടു മീ ഒരു ജെന്റിൽമെൻ ആണ്. CPM-ൻ്റെ കമ്പാരിസണിൽ CPI-ൻ്റെ ആൾക്കാരെല്ലാം CPM-ൻ്റെ കമ്പാരിസണിൽ ഭയങ്കര ജെന്റിൽമെൻ ആണല്ലോ. ആ ഒരു മെഷറിൽ ഒരു ജെന്റിൽമെൻ ആണ്. ബട്ട് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവോ എനർജിയോ കേപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു ഇപ്പം അദ്ദേഹം അടക്കം പറയുന്നത് നോമിനേഷൻ കൊടുത്തതിൽ ഏറ്റവും 2 റിച്ച് ആയിട്ടുള്ള 2 പേരാണ് തിരുവനന്തപുരത്ത് എനിക്കെതിരെ നിൽക്കുന്നത്. അല്ല, റിച്ച് ആവുന്നത് ഒരു സിന്നാണോ? ഇത് ഏത് ലോയിലാണിത്? ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ 3 ഐഡിയോളജീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റിൻ്റെ ഐഡിയോളജി ഒരു കേക്കാണ്. ആ കേക്ക് ഇങ്ങനെ ഷ്രിങ്ക് ആവുന്നു, സ്ലൈസ് ഇങ്ങനെ എത്രയോ സ്ലൈസ് ഉണ്ടാക്കുന്നു, സ്ലൈസ് ഇങ്ങനെ ചെറിയ സ്ലൈസായി ഇൻവിസിബിൾ സ്ലൈസ് ആവുന്നു, ആർക്കൊന്നും കിട്ടുന്നില്ല, വിശപ്പ് ആരെയും മാറുന്നില്ല. കോൺഗ്രസിൻ്റെ കേക്ക് വലുതാവുന്നു, അതിൽ 4 വലിയ പീസും അവർ 4 ഫേവറേറ്റ് ആൾക്കാർക്കും, മറ്റ് ജനങ്ങൾക്ക് അത് ചെറിയ പീസ്. അപ്പോൾ ജനങ്ങൾക്ക് ഇത് രണ്ടിലും ഒരു വ്യത്യാസമില്ല, രണ്ടാൾക്കും കിട്ടുന്ന. ഞങ്ങളുടെ ഫിലോസഫി കേക്ക് വലുതാക്കുക, എല്ലാവർക്കും വലിയ വലിയ സ്ലൈസ് കൊടുക്കുക. ഇതാണ് ഡിഫറൻസ് ഇൻ എ നട്ട്ഷെൽ. തീരദേശത്തെ വിഷയം സാർ കഴിച്ചുകൊണ്ട് ഞാൻ ഇതിനിടയിൽ തീരദേശത്തെ വിഷയങ്ങൾ
നന്നായിട്ട് ഫോക്കസ് ചെയ്തിരുന്നല്ലോ ആ അല്ല, സമയത്ത് ഞാൻ അല്ലേ? എല്ലാവരെയും നോക്കൂ, ഞാൻ ഫ്രാങ്ക്ലി പറയാം, ഞാൻ ആ 20 ദിവസത്തെ എത്രയോ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കി, അറിഞ്ഞു. തീരദേശത്തെ പ്രശ്നങ്ങളും പിന്നെ ടെക്നോ പാർക്കിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി, വേറെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയും പ്രോസസ്സിങ് ആ ഇൻഡസ്ട്രീൻ്റെ പ്രശ്നങ്ങളും പിന്നെ അഗ്രികൾച്ചർ മേഖലയിലെ പ്രശ്നങ്ങളും. അപ്പോൾ എല്ലാവരുടെയും ഇഷ്യൂസും സ്മാർട്ട് സിറ്റി, ഇത് അൺസ്മാർട്ട് സിറ്റിയാണോ സ്മാർട്ട് സിറ്റിയാണോ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, അതിൻ്റെ പ്രശ്നങ്ങളും റിട്ടയറീസ് വയസ്സായ കമ്മ്യൂണിറ്റീസിൻ്റെ പ്രശ്നങ്ങളും. ഇന്ന് ഡിസേബിൾഡ് കമ്മ്യൂണിറ്റീസിനെ പോയി മീറ്റ് ചെയ്തു, ദിവ്യാങ്. ഈ കോസ്റ്റൽ ഏരിയയിലെ ഇഷ്യൂസ് ശരിക്കും സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം 100% അതിൽ ഡൗട്ട് ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഇതുപോലെ തന്നെ ഇതേപോലത്തെ സെയിം ഇന്റർവ്യൂവിൽ തന്നെ സിറ്റിംഗ് MP പറയുന്നു, വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത് അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തത് ഞാനാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അതായത് ഡെവലപ്മെന്റിനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുത്തിരിക്കുന്നത് സിറ്റിംഗ് MPയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് എന്നുള്ള അതിനൊരു മറുപടി ഉണ്ട്. ഇല്ല, മറുപടി എന്താ, അതിലിപ്പോൾ ഒരു 10 ആൾക്കാർ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. എനിക്ക് അതായത് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്യാനാണ്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നോ പിണറായി വിജയൻ കൊണ്ടുവന്നോ ആര് കൊണ്ടുവന്നോ അതൊന്ന്, അതിന് ഇപ്പോഴും പ്രോബ്ലം ഉണ്ട്. അത് ഇൻക്ലൂസീവ് പ്രോജക്റ്റ് അല്ല. വിഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു പോർട്ടാണ്. പോർട്ടിലെ ഡെവലപ്മെൻറ്റ് മോഡൽ എന്താണെന്ന് ഇതുവരെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താണ് പോർട്ടിലെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും, തീരദേശത്തെ ജനങ്ങൾ, അവിടെ ഡിസ്പ്ലേസ് ആയ ജനങ്ങൾക്ക് അവിടെ എങ്ങനെ ജോലി കിട്ടും, ആ പ്രോജക്റ്റ് ഒരു ഇൻക്ലൂസീവ് പ്രോജക്റ്റ് ആണോ അല്ലയോ. ഇന്നും ആ പ്രോജക്റ്റിൻ്റെ എത്രയോ ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ റിലീസ് ചെയ്തു. അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്താൽ മാത്രമേ അതൊരു ഇൻക്ലൂസീവ് പ്രോജക്റ്റ് ആവുള്ളൂ. എൻ്റെ ഒരു ക്ലിയർ വ്യൂ ഉണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും വലിയ വലിയ പ്രോജക്ട്സും ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ അപ്പോൾ ആവും വെൻ പ്രോജക്റ്റ് ഇൻക്ലൂസീവ് ആവണം, സസ്റ്റൈനബിൾ ആവണം. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി വലിയ കൺസ്ട്രക്ഷൻ ചെയ്തു, ഒരു 4000 ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്ത് അവർ സഫർ ചെയ്യുന്നു, അവർ ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുന്നു, അതൊരു നല്ല പ്രോജക്റ്റ് അല്ല. ഞാൻ ഇന്നും പറയുന്നു, വിഴിഞ്ഞിൽ ഇനിയും പണി ചെയ്യാനുണ്ട്. ഒരു ഇൻവെസ്റ്റർ വന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു പോർട്ട് ഉണ്ടാക്കുന്നു, അത് നല്ലതാണ്, ഐ വെൽക്കം ഇറ്റ്. ബട്ട് ആ പോർട്ട് പ്രോജക്റ്റിന് എങ്ങനെയാണ് തീരദേശത്തിൻ്റെ കുട്ടികൾക്ക് അവിടെ ജോബ് കിട്ടുക, അവർക്ക് എങ്ങനെ സ്കില്ലിംഗ് കൊടുക്കുക, അവിടെ നല്ല നല്ല ജോബ്സ് വരാൻ പോകുന്നുണ്ടല്ലോ, നല്ല വെൽ പെയ്ഡ് ജോബ്സ്, ലോജിസ്റ്റിക് സെക്ടർ, ടെക്നോളജി സെക്ടർ, പിന്നെ ഷിപ്പിംഗ് സെക്ടർ. അവിടുത്തെ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീൻ്റെ കുട്ടികൾക്കാണ് ആദ്യം ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടത്. അതിന് എന്ത് ചെയ്തു? ഇതുവരെ ആരും ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല, MP ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ MP ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ മീറ്റിംഗ് പോർട്ട് ഓപ്പറേറ്റർ, ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലസ് തീരദേശത്തെ ജനങ്ങൾ എന്നിട്ട് ഇരുന്ന് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും. ജോബ്സ് എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്, എന്തെല്ലാം സ്കില്ലിംഗ് സെൻറ്റേഴ്സാണ് ഇവിടെ സെറ്റപ്പ് ചെയ്യേണ്ടത്, ഒരു തീരദേശത്തെ മത്സ്യത്തൊഴിലാളിയുടെ ഒരു കുട്ടിക്ക് അവിടുത്തെ ഒരു ടെക്നോളജി ജോബ് എങ്ങനെ കിട്ടും, അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ഒരു സ്കില്ലിംഗ് ഫ്രെയിംവർക്ക്, എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക് കൊണ്ടുവരാൻ പോകുന്നത്, അതെല്ലാം വിചാരിക്കണം. ഞാൻ വന്നു, ഒരു റിബൺ കട്ട് ചെയ്തു, ആര്യ കാശി വന്നു, പ്രോജക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് MP പറഞ്ഞു ഞാൻ ക്രെഡിറ്റ് എടുക്കുന്നു. അത് ശരി, യു ടേക്ക് ഇറ്റ്. അത് ഞാൻ അങ്ങനെ ഗ്രഡ്ജൊന്നും ചെയ്യുന്നില്ല. അതിപ്പോൾ നിതിൻ ഗഡ്കരി റോഡ് ഉണ്ടാക്കുന്നു, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കണം, ശരി എടുത്തോളൂ, നോ പ്രോബ്ലം. ബട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മീനിങ് ഫുൾ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കമ്മ്യൂണിറ്റിക്കും സൊസൈറ്റിക്കും കിട്ടണം, സമുദായത്തിന് കിട്ടണം. നമ്മുടെ തിരുവനന്തപുരത്തിന് സമുദായത്തിന് കിട്ടണം, തീരദേശത്തെ സമുദായത്തിന് ആ പോർട്ടിൻ്റെ പ്രോജക്റ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ അതൊരു എക്സ്ക്ലൂഷണറി പ്രോജക്റ്റ് ആയിട്ടാണ് ജനങ്ങൾ അത് കാണുക. അതിൻ്റെ പണിയൊന്നും ആരും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഇൻസൾട്ട് ചെയ്യല്ല കേട്ടോ. ഒരു 2 types ഓഫ് പോളിറ്റിക്സ് ഉണ്ട്. ഒന്ന് ഒരു ഫോർ ദ ന്യൂസ് പോളിറ്റിക്സ്, ഞാൻ ചെയ്തു, കട്ട് ചെയ്തു, പോയി. മറ്റേത് പണിയെടുത്ത് ശരിക്കും ഒരു റിസൾട്ട്, ഔട്ട്കംസും റിസൾട്ടും ഫോക്കസ് ചെയ്ത്
ജനങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നൊരു രാഷ്ട്രീയം. അതിന് കുറച്ച് പണിയെടുക്കണം. അത് ഇങ്ങനെ സ്പീച്ച് അടിച്ചിട്ട് നടക്കുന്ന രാഷ്ട്രീയമല്ല, അത് പണിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് കഴിവുണ്ടോ എന്ന് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. വേറെ ആർക്കും ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. അത് എനിക്ക് എൻ്റെ DNA അതാണ്, പണിയെടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. ടെക്നോളജി സൈഡും കൂടെ ഹൈടെക് രാജീവ് എന്നാണല്ലോ ക്യാമ്പയിനകത്ത് പോലും പറയുന്നത്. അപ്പം ഇതൊരു ടെക്നോസിറ്റി ആയിട്ടില്ല ഇപ്പോഴും. ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിലും കഴക്കൂട്ടം ഹബ്ബാണെങ്കിലും അങ്ങനെയാണോ? ഇനി ഒരുപാട് നമ്മൾ ആ ചാൻസ് ഒന്നും ശരിക്കും യൂസ് ചെയ്തിട്ടേ ഇല്ല എന്ന് അങ്ങനെയാണ്? ഇല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ 96-97 ഇവിടെ വന്ന് ആദ്യത്തെ സെല്ലുലർ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരം ആയിരുന്നു ഇന്ത്യൻ്റെ ഏറ്റവും ലീഡിങ് ടെക്നോളജി സിറ്റി. ഈ ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നില്ല, ചെന്നൈയിൽ ഉണ്ടായിരുന്നില്ല, ഹൈദരാബാദിൽ ഉണ്ടായിരുന്നില്ല, 96 ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല, മുംബൈയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു വിഷൻ നമുക്ക് 96-97 വിഷൻ നമ്മൾ ഫുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല. ഇന്ന് പ്രൊഫസർ മൈക്കിൾ സ്പെൻസ് ഒരു നോബൽ പ്രൈസ് ഇക്കോണമിസ്റ്റാണ്. അദ്ദേഹം ഒരു 1.5 മാസം മുമ്പേ പറഞ്ഞു, ഇന്ത്യ ഹാസ് ദി ബെസ്റ്റ് ഡിജിറ്റൽ ഇക്കോണമി ഇൻ ദ വേൾഡ്. ദി ബെസ്റ്റ്, നോട്ട് വൺ ഓഫ് ദ ബെസ്റ്റ്, നോട്ട് വൺ ഓഫ് ദ ടോപ്പ്, അങ്ങനെ വരാം. അപ്പോൾ ആ ഡിജിറ്റൽ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ്, ആ ഒരു മേഖലയിൽ, ആ ഏരിയയിൽ തിരുവനന്തപുരം നമ്പർ 16, നമ്പർ 18. അപ്പോൾ തുടങ്ങിയത് നന്നായി തുടങ്ങി. നടുവിൽ ആരോ ഗവൺമെൻറ് ആണോ MP ആണോ ആരാണെങ്കിലും അതിൻ്റെ വിഷനും അതിൻ്റെ ഒരു ഫോക്കസ് വിട്ടു. ഇന്ന് നമ്മളുണ്ട്, ITS നല്ല കമ്പനീസ് ഉണ്ട്, നല്ല ടാലൻ്റ് ഉണ്ട്. ബട്ട് ആ സ്പീഡിൽ, ഇന്ത്യ പോകുന്ന സ്പീഡിലും ആ പോകുന്ന ഓപ്പർച്യൂണിറ്റീസൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ നെക്സ്റ്റ് വേവ് ഓഫ് സ്റ്റാർട്ടപ്സ്, ഒരു വേവ് കഴിഞ്ഞു 5 കൊല്ലം, ഇനി ഒരു നെക്സ്റ്റ് വേവ് ഓഫ് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. അത് സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, അതെല്ലാം നല്ല സ്കോപ്പ് ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ വന്ന ഉടനെ ഇവിടെ 10 AI ലാബ്സ് അനൗൺസ് ചെയ്തു, 10 സ്കൂളിൽ അട്ടൽ ടിങ്കറിങ് ലാബ്സ് കൊടുത്തു. ഞാൻ പിന്നെ അനൗൺസ് ചെയ്തു നമ്മുടെ VSSCയും IISTൻ്റെ കൂടെ ഒരു സെമി കണ്ടക്ടർ റിസർച്ച് സെൻറ്റർ കൊണ്ടുവരാം. പിന്നെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഫ്യൂച്ചർ ലാബ് അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ശരിക്ക് പണിയെടുത്ത് ഒരു വിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തിരുവനന്തപുരം ഈ വരുന്ന 5-6 കൊല്ലത്തിൽ ഒരു നെക്സ്റ്റ് വേവ് ഓഫ് ടെക്നോളജി സ്റ്റാർട്ടപ്സിൻ്റെ ഒരു സെൻറ്റർ ആവാൻ വലിയ സാധ്യതയുണ്ട്. ഇപ്പോഴും ആയിട്ടില്ല, പക്ഷെ നമ്മൾ അതിന്റെ ജസ്റ്റ് ഓൺ ദ വേ, നമ്മൾ ആ കോമ്പറ്റീറ്റീവ് അല്ല. നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ മാസ് ഇല്ല. ബാംഗ്ലൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഗുരുഗാവ് ഉണ്ട്. നമ്മളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ആ സ്റ്റാർട്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തില്ല. അന്ന് ഒരു പൊളിറ്റിക്കൽ വിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നടന്നു അത് ശരിക്കും മുമ്പോട്ട് പോയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് നമ്മുടെ മേഖല അങ്ങനെ തന്നെയാണോ പറയുന്നത്? ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഞാൻ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത്, ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെൻറ്റ് ഓഫ് ഗ്ലോബൽ ടൂറിസം ആണ് ഹെൽത്ത് ടൂറിസം. അത് എവിടെയാണ് സ്റ്റാർട്ടായത്? ഇവിടെയല്ലേ സ്റ്റാർട്ട് ചെയ്തത് 90s ആയുർവേദ ടൂറിസം. ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഗ്ലോബൽ വിസിറ്റേഴ്സ് തിരുവനന്തപുരത്തിന് 0. എന്നിട്ട് എല്ലാവരും പോകുന്ന കേട്ടാ ശ്രീലങ്കയും ബാലി. അവിടെ ആരാ യോഗയും ആയുർവേദം ചെയ്യുന്നത്? മലയാളീസ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു ഒരു ഏരിയ, നമ്മളെ ഒരു വിഷൻ, അതെല്ലാം വിട്ടുപോയി വേറെ ആരോ എടുത്തു കൊണ്ടുപോയി. ഇന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്നു. എന്നിട്ട് ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ അടുത്തില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഇവിടെ ഹോസ്പിറ്റൽസ് ഉണ്ട്, ക്ലിനിക്സ് ഉണ്ട്, റിസോർട്ട്സ് ഉണ്ട്, ടൂറിസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന് ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസ് ടൂറിസമിൻ്റെ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ നല്ലൊരു പോസിബിലിറ്റിയാണ്, നല്ലൊരു അവസരമാണ്. അത് ഞാൻ എൻ്റെ വിഷനിൽ ഞാൻ പറയുന്നു. അതൊരു ഏരിയ ആണ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത് മുഴുവൻ. ആ കാര്യങ്ങൾ സാർ കഴിക്കുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് കൊണ്ട് കൂടിയാണോ ഇപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സി അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നുണ്ട്? ഇപ്പം സാറിന് അഗെയിൻസ്റ്റ് ഇപ്പോൾ ടാക്സ് വിഷയത്തിനകത്ത്, അഫിഡവിറ്റിനകത്ത് ക്ലിയർ അല്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ
അങ്ങനെ അതെങ്ങനെ ഫേസ് ചെയ്യുന്നു അങ്ങനത്തെ വിഷയം? ഞാൻ അത് 4-ാം തീയതി 5-ാം തീയതി വന്നപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ ക്യാമ്പയിൻ എപ്പോഴും ഈ പുരോഗതിയും വികസനത്തിൻ്റെ ഒരു ക്യാമ്പയിൻ ആയിരിക്കും. എന്നിട്ട് ഞാൻ അന്ന് തന്നെ പ്രിഡിക്റ്റ് ചെയ്ത ഞാൻ കോൺഗ്രസിന് ഇപ്പം ഞാൻ അറിയാലോ 2014 ഇലക്ഷൻ കണ്ടിട്ടുണ്ട്, അതിന് മുമ്പ് 19 ഇവരൊരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസാണ്. അവരുടെ പെർഫോമൻസും അവരുടെ ട്രാക്ക് റെക്കോർഡെ പറ്റി ആരൊന്നും പറയാൻ പാടില്ല. അവരിങ്ങനെ ന്യൂ ഇഷ്യൂസ് അങ്ങനെ ലോബി ചെയ്യും. ഞാൻ പറഞ്ഞ മാതിരി മണിപ്പൂരിനെ പറ്റിയൊരു നോണ, അത് നടന്നില്ലെങ്കിൽ CA മുസ്ലിംസിന് അസൈലം അതിൽ ബാൻഡാണ്, നോണ, പച്ചക്കള്ളം. പിന്നെ ബീഫ് ബാനാവും, അതൊരു അങ്ങനെ ഒരു പ്രോബ്ലം. അങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്യും. എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്, ഞാൻ അതിൽ പെടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കോർട്ട് പോവുക, ഇലക്ഷൻ കമ്മീഷൻ പോവും, പ്രൂവ് ചെയ്യൂ. ഞാൻ എന്തിനാ അതിന് ഡിബേറ്റ് ചെയ്ത് പങ്കെടുക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു ക്ലീൻ ചെയ്യും. എൻ്റെ ടാക്സ് റിട്ടേൺ ആണ്. എൻ്റെ ടാക്സ് റിട്ടേണിൽ 689 രൂപയാണെങ്കിൽ ആ കൊല്ലം ഞാൻ മിനിസ്റ്ററിൻ്റെ സാലറി മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് അത്രയേ ഉള്ളൂ കിട്ടുന്നുള്ളൂ. അതാണ് ഫാക്റ്റ്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ നെറേറ്റീവിൽ അത് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ചെയ്യുക, കോർട്ടിൽ പോവുക, EC-യിൽ പോവുക, പറയുക. എന്നിട്ട് എന്നെ വെറുതെ ഡിഫെയിം ചെയ്യാൻ നോക്കിയ, ഇന്നലെ പറഞ്ഞല്ലോ ശശി തരൂർ ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് സൂപ്പ് കഴിക്കുന്നു വിചാരിക്കണ്ട. എന്നെ അങ്ങനെ ക്രിമിനൽ ഡെഫമേഷനെല്ലാം ചെയ്ത അതിൻ്റെ കോൺസിക്വൻസസ് അണ്ടർ ലോ I will be more than happy to show you the consequences. Fight fairly, fight on issues. ഈ ഇലക്ഷൻ മത്സരം ഇഷ്യൂസിൽ ഫൈറ്റ് ചെയ്യണം. താങ്കൾക്ക് 15 കൊല്ലം ഇഷ്യൂസ് ഇല്ലെങ്കിൽ, നിങ്ങൾ റെക്കോർഡ് ഭയങ്കര ഒരു അപ്പോളജറ്റിക് റെക്കോർഡാണെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്ത് നുണ പറയാൻ ശ്രമിച്ച അതിൻ്റെ കോൺസിക്വൻസസ് ഞാൻ ചെയ്യും. അതൊരു ജനങ്ങളുടെ മുന്നിൽ ധൈര്യമായിട്ട് പറയും, ഞാൻ ഇതിനെ പേടിക്കുന്നില്ല. അല്ലേ, വളരെ, അതായത് ഇത് ജനങ്ങളെ അവര് ബ്രെയിൻ വാഷ് ചെയ്യും എന്നുള്ളൊരു പേടിയില്ല, അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഈ ആരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പോകുന്നു? ഇവര് മാസ്റ്റർ ഓഫ് ലൈസ് ആൻഡ് മാസ്റ്റർ ഓഫ് ഫോർജറി. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇവരാണ് ഇപ്പോൾ സത്യത്തിനെ പറ്റി പറയാൻ പോകുന്നത്. ഞാൻ 18 കൊല്ലമായിട്ട് പോളിറ്റിക്സിൽ വിത്തൗട്ട് ഒരു ബ്ലെമിഷും ഒരു ബ്ലാക്ക് മാർക്ക് ഉള്ള ആളാണ്. എന്നിട്ട് ഞാൻ ബിസിനസ്സിന് വന്ന ഓൺട്രപ്രണറെ, ഒറ്റ ബ്ലാക്ക് മാർക്ക് ഒരു ബ്ലെമിഷ് ഇല്ലാണ്ട് എൻ്റെ പബ്ലിക് ലൈഫ്. എന്നിട്ട് ഇവർ എത്രയോ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ട്രൈ ചെയ്യേണ്ടതല്ല, എത്രയോ ചെയ്തിട്ടുണ്ട്. 2G സ്കാം മുതൽ ഇന്ന് വരെ എത്രയോ അവർ ഇൻവെൻഡോസും ഇതും എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ അഗേൻസ്റ്റ്, എൻ്റെ ഫാമിലീൻ്റെ അഗേൻസ്റ്റ്. അത് ചെയ്യും, അത് പാർട്ട് ഓഫ് പോളിറ്റിക്സ് ആണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒന്നുമില്ല. അവർ ചെയ്തോട്ടെ, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഞാനതിൽ എനർജിയും ടൈം വേസ്റ്റ് ചെയ്യില്ല. ബട്ട് ഓൺലി എന്നെ ക്രിമിനലി ഡിഫെയിം ചെയ്താൽ ഞാനത് റെസ്പോണ്ട് ചെയ്യും. ഒറ്റ ചോദ്യം കൂടെ ഞാൻ അവസാനിപ്പിക്കാം. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത് എന്നാണ് നമ്മുടെ സിറ്റിംഗ് MP പറഞ്ഞത്. പക്ഷേ BJP അധികാരത്തിൽ തന്നെ വരില്ലല്ലോ, പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കും? ജനങ്ങൾ ചിന്തിക്കില്ലേ എന്നുള്ളൊരു ആയിരിക്കും ഒറ്റ ആള് ഇന്ത്യയിൽ അത് BJP അധികാരത്തിൽ വരില്ല എന്ന് വിചാരിക്കുന്നത്. പുള്ളി തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 2024 ആരാണ് പ്രൈം മിനിസ്റ്റർ ചോദിച്ചപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു നരേന്ദ്രമോദി. അതൊന്നും എന്തിനാണ് വേറെ ഒരു ജോക്ക് ഉണ്ടാക്കുന്നത്? എനിവേ, ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ഇഫ് യു ആർ ക്ലിങ്ങിങ് സോ ഡെസ്പറേറ്റ്ലി ടു ഫോൾസ് ഹോപ്പ്, ചെയ്തോളൂ. അത് ഞാനെന്ത് പറയാനാണ്? ഇതിലിപ്പോൾ ആർക്കും ഒരു സംശയമില്ല. ജൂൺ 4-ാം തീയതി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് 3-ാം തവണ. അത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും ഡൗട്ടില്ല, പിണറായി വിജയനും ഡൗട്ടില്ല, ശശി തരൂരിനും ഡൗട്ടില്ല. പറയാൻ വേണ്ടി എന്തെങ്കിലും പറയട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ 400 സീറ്റാണോ 410 ആണോ 408 സീറ്റാണോ, അതൊരു ഡൗട്ട് ഉണ്ടാവും, അത് സംശയം ഉണ്ടാവും, അത് ഉണ്ടാവട്ടെ. ഇപ്പോൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പോകുന്ന ഒരു ശശി തരൂർ, നരേന്ദ്രമോദി ആവില്ല പ്രൈം മിനിസ്റ്റർ. ആരാ ആവാൻ പോകുന്നത്? രാഹുൽ ഗാന്ധിയോ? എന്താ ഈ പുള്ളിൻ്റെ തിയറി? ആരാണ് ആവാൻ പോകുന്നത്? വെറുതെ ഈ ജനങ്ങൾ മണ്ടന്മാരല്ല, വിഡ്ഢിയാക്കിയ ഇങ്ങനെ എത്ര കൊല്ലം ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട് മണ്ടന്മാരാക്കാനും വിഡ്ഢിയാക്കാനും. ഇതെല്ലാം ജനങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കറിയാം എന്താ നടക്കാൻ പോകുന്നത്, എന്താ ആവാൻ പോകുന്നത് ജൂൺ 4th. എനിക്ക് ഇന്ന് ആ 400 ചില്ലറ സീറ്റിൽ
ഒരു സീറ്റ് തിരുവനന്തപുരം BJP കിട്ടുന്ന NDA കിട്ടുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു ഹോപ്പുണ്ട്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ആർക്ക് എന്ത് ഡിലൂഷൻ ഉണ്ട്, അത് അതിൻ്റെ ക്യൂർ അവർ തന്നെ ഫൈൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും വളരെയധികം നന്ദി സാർ. ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഈ വലിയ പ്രചാരണ തിരക്കിന്നൊക്കെ കൂടിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ചേർന്ന്. ഒന്നും കഴിച്ചില്ല ശരിക്കും, ഒരുപാട് നന്ദി സാർ. താങ്ക് യു വെരി മച്ച്.